Hi students, good morning. Welcome back to Social Science Classroom. We are discussing fourth chapter, Production Process. Did you remember which topic we have discussed in last class? Yes, about production, factors of production, etc. Okay, may I ask you one question? What do you mean by factors of production? What do you mean by factors of production? Yes, the factors involved in production process is called factors of production. Ready? That we discussed in the last class. The factors involved in production process are called factors of production. Okay. Today let's discuss the next topic, factors of production. We just talk about factors of production, or we discussed what is factors of production. Factors of production are the factors that involved in production process. Then now we are going to discuss deeply about the factors of production, or which are the factors of production. Okay, let's go to next subheading, factors of production. Ready? ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ല, ആ ചിത്രത്തിനകത്ത് എന്തൊക്കെ കാണുന്നുണ്ട്? ഒരു ചെരുപ്പ് നിർമ്മാണ അല്ലെങ്കിൽ ഷൂ നിർമ്മാണ കമ്പനിയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഷൂ നിർമ്മാണ കമ്പനിക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയുണ്ട്? ഒരു ബിൽഡിംഗ് ഉണ്ട്, കുറെ തൊഴിലാളികളുണ്ട്, മെഷീനറി ഉണ്ട്, അതുപോലെ തന്നെ വെഹിക്കിൾസ് ഉണ്ട് അല്ല, പിന്നെ അത് നടത്തുന്ന സംരംഭകരുണ്ട്. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഈ ഷൂ ഫാക്ടറിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ അവിടെ ഇല്ലേ? നോക്കാം. ബിൽഡിംഗ് ഉണ്ട്, മെഷീനറി ഉണ്ട്, വർക്കേഴ്സ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, എന്റർപ്രണർ ഉണ്ട്, അതുപോലെ തന്നെ വെഹിക്കിൾസ് ഉണ്ട്. ഇങ്ങനെ പല ഘടകങ്ങളും കൂടുമ്പോഴാണ് ഒരു വസ്തുവിന്റെ ഉൽപാദനം നടക്കുന്നത്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അഥവാ ഏതൊരു സാധനവും നമുക്ക് ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളെ നമുക്ക് ഈ രീതിയിൽ സോർട്ട് ചെയ്യാം. നോക്കാം. Discuss how these factors help in manufacturers of shoes. The factors of production can be classified into 4. 4 തിരിക്കാം. ഉൽപാദന ഘടകങ്ങളെ പൊതുവെ 4 തിരിക്കാം. നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പൊതുവെ നമുക്ക് ഏതൊരു സാധനവും ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ അനിവാര്യമായ ഘടകങ്ങളെ നമുക്ക് 4 തിരിക്കാം. ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. So the factors of production can be divided into 4, which are land, labor, capital and organization. Ready? What do you mean by factors of production? The factors that involved in the process of production is called factors of production. Then which are the factors of production? Land, labor, capital and organization. Ready? അപ്പൊ എന്താണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങളെ പൊതുവെ പറയുന്ന പേരാണെന്ത്? ഉൽപാദന ഘടകങ്ങൾ. ദെൻ ഉൽപാദന ഘടകങ്ങളെ നമുക്ക് 4 തിരിക്കാം. ഉൽപാദന ഘടകങ്ങളെ പൊതുവെ നമുക്ക് 4 തിരിക്കാം. ഒരുപാട് ഘടകങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ ഈ 4 കാറ്റഗറിക്കകത്ത് വരുന്നതായിരിക്കും. അപ്പൊ ഉൽപാദന ഘടകങ്ങളെ 4 തിരിക്കാം. ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറയാനുള്ളത്. ഓക്കെ, ഒന്നാമത്തെ ഘടകം ലാൻഡ്, ഭൂമി. ഏതൊരു സാധനം നമുക്ക് ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിലും ഭൂമിയുടെ സഹായം കൂടിയേ പറ്റൂ. നമ്മളെല്ലാവരും നിൽക്കുന്ന തന്നെ ഭൂമിയിലല്ലേ. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് ഒരു സാധനം ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇസ് ലാൻഡ്. ഓക്കെ, നോക്കാം. The term land as a factor of production is used in broad sense. വിശാലമായ അർത്ഥത്തിലാണ് ലാൻഡ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത്, കേവലം ഭൂമി എന്നുള്ള അർത്ഥത്തിലല്ല. All natural resources used in the production process are implied in terms land. എല്ലാ പ്രകൃതി വിഭവങ്ങളും, ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ലാൻഡ് എന്ന ഘടകത്തിനകത്താണ് വരുന്നത്.
അഥവാ നമ്മൾ വായു ഉപയോഗിക്കുന്നുണ്ട്, വെള്ളം ഉപയോഗിക്കുന്നുണ്ട്, വനം ഉപയോഗിക്കുന്നുണ്ട്, മണ്ണ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഘടകങ്ങളൊക്കെ തന്നെ ഏത് കാറ്റഗറിക്കകത്താണ് വരുന്നത്? ലാൻഡ് എന്നുള്ള കാറ്റഗറിക്കകത്താണ് വരുന്നത്. ഓക്കെ, ഓൾ റിസോഴ്സ് ഓൺ എർത്ത് ആർ റിഗാർഡഡ് ആസ് ലാൻഡ്. ഭൂമിയിലുള്ള എല്ലാ വിഭവങ്ങളെയും ചേർത്ത് പറയുന്നതാണ് ലാൻഡ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഭൂമിയുടെ സഹായമില്ലാതെ, ലാൻഡിന്റെ സഹായമില്ലാതെ നമുക്കൊരു സാധനവും ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. ഭൂമിയിൽ എന്തൊരു സാധനം ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിലും അതില് ഭൂമിയുടെ സഹായം ഉണ്ടായിരിക്കും, ലാൻഡിന്റെ സഹായം ഉണ്ടായിരിക്കും. ലാൻഡ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മണ്ണ് മാത്രമാണോ? അല്ല, ഭൂമി ഉപരിതലം മാത്രം എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഭൂമിയിലുള്ള എല്ലാ വിഭവങ്ങളും നമ്മൾ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ലാൻഡ് എന്ന ഉൽപാദന ഘടകത്തിന്റെ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ലാൻഡ് എന്ന കാറ്റഗറിയിൽ എന്തെല്ലാം വരും? മണ്ണ് വരും, വെള്ളം വരും, പിന്നെ സസ്യങ്ങൾ വരും, അല്ലെ? ഈ ഘടകങ്ങളൊക്കെ, വനപ്രദേശങ്ങൾ വരും, എല്ലാം ഈ ലാൻഡ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. സോയിൽ, മണ്ണ്, ലാൻഡ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. വാട്ടർ, വെള്ളം, ഫോറസ്റ്റ്, വനം, എയർ, വായു, കോൾ, കൽക്കരി, പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന പെട്രോൾ ആണെങ്കിൽ പെട്രോള്, കല്ല്, അങ്ങനെയുള്ള വിഭവങ്ങളെ, നമ്മൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന വിഭവങ്ങളെ, മണ്ണിന്റെ ഫെർട്ടിലിറ്റി, ഇതൊക്കെ ഏതിന്റെ ഘടകമാണ്? ലാൻഡ് എന്നുള്ളതിന്റെ ഘടകമായിട്ട് വരുന്ന ഘടകങ്ങളാണ്. അപ്പൊ ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ പറയുന്നതാണ് എന്ത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഒന്നാമത്തത് ലാൻഡ് ആണ്. ഓക്കെ, ഇനി ഒരു ഉൽപാദന ഘടകം എന്നുള്ള രീതിയിൽ, ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഘടകം എന്നുള്ള രീതിയിൽ ലാൻഡിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുമോ? ഈ ചോദ്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ അതിന്റെ സവിശേഷതകൾ പറയാൻ. ഒന്ന്, വിച്ച് ആർ ദ നാച്ചുറൽ റിസോഴ്സസ് ഇൻക്ലൂഡ് ഇൻ ലാൻഡ് ആസ് എ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ഭൂമി എന്നുള്ള രീതിയിൽ ഉൽപാദന ഘടകത്തിൽ ഉൾപ്പെടുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഭവങ്ങളൊക്കെ ഉൾപ്പെട്ടതാണ്. സോയിൽ, വാട്ടർ, ഫോറസ്റ്റ്, എയർ, കോൾ, ഇതെല്ലാം ഉൾപ്പെട്ടതാണ് ഭൂമി. then അതിന്റെ പ്രത്യേകത മറ്റൊന്ന്, ക്യാൻ വി ഇൻക്രീസ് ദ ഏരിയ ഓഫ് ലാൻഡ് അക്കോർഡിംഗ് വിത്ത് അവർ റിക്വയർമെന്റ്സ്? ഭൂമിയുടെ അളവ് നമുക്ക് കൂട്ടാൻ കഴിയാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഭൂമിയുടെ അളവ് കൂട്ടാനും കുറക്കാനും. ഇപ്പൊ തൊഴിലാളികളുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന പോലെ നമുക്ക് ഭൂമിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഭൂമി എന്നുള്ളത് ഫിക്സ്ഡ് ആണ്. ദ സപ്ലൈ ഓഫ് ലാൻഡ് ഇസ് ഫിക്സ്ഡ് എന്നുള്ളതാണ് ഭൂമിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉൽപാദന ഘടകം എന്നുള്ള രീതിയിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ലാൻഡ് ഇസ് ഫിക്സ്ഡ് എന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തിനകത്തുള്ള ഭൂമി എന്ന് പറയുന്നത് അത് ഫിക്സ്ഡ് ആണ്, അല്ലെ? ഇത്ര സ്ക്വയർ മീറ്റർ സ്ഥലമുണ്ട് എന്ന് പറയുന്നത് അതൊരു ഫിക്സ്ഡ് ആണ്. അത് നമുക്ക് കൂട്ടാൻ കഴിയില്ല, അത് അത്ര തന്നെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇന്ത്യയുടെ ഉപരിതല പ്രദേശം എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. അതുപോലെ മൊത്തത്തിൽ നോക്കിയാൽ ഭൂമിയുടെ ഉപരിതല പ്രദേശം എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, നമുക്ക് കൂട്ടാനോ കുറക്കാനോ കഴിയുന്നതല്ല. ഓക്കെ, മറ്റൊന്ന്, ക്യാൻ വി എൻഹാൻസ് ഫെർട്ടിലിറ്റി ഓഫ് ലാൻഡ്? ഇഫ് സോ ഹൗ? ഭൂമിയുടെ ഫലഭൂഷ്ഠത നമുക്ക് കൂട്ടാനോ കുറക്കാനോ കഴിയോ? ഭൂമിയുടെ ഫലഭൂഷ്ഠത നമുക്ക് കൂട്ടാനോ കുറക്കാനോ കഴിയോ? ആണെങ്കിൽ തന്നെ എങ്ങനെയുള്ളൂ? നമുക്ക് അതില് ഫെർട്ടിലൈസർ യൂസ് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് അതിന്റെ ഫെർട്ടിലിറ്റി കൂട്ടാനോ കുറക്കാനോ ഒക്കെ നമുക്ക് കഴിയുള്ളൂ. പ്രകൃതിയാൽ അതിന്റെ ഗുണത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. ദെൻ മറ്റൊന്ന്, ക്യാൻ വി ഷിഫ്റ്റ് ലാൻഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ദാറ്റ് മീൻസ് മൊബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. ഉൽപാദന ഘടകം എന്നുള്ള രീതിയിൽ ഭൂമിയുടെ മറ്റൊരു പ്രധാന പ്രത്യേകത, ഇറ്റ് ഹാസ് നോ മൊബിലിറ്റി. അതിന് മൊബിലിറ്റി ഇല്ല, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾക്കിപ്പോൾ ഇവിടെയുള്ള ഭൂമി നമുക്ക് ഇവിടെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വേറെ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഇവിടുത്തെ ഭൂമി നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ ഒരു ഉൽപാദന ഘടകം എന്നുള്ള രീതിയിൽ ഇപ്പൊ തൊഴിലാളികളാണെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് വരെ മാറ്റാം. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഭൂമിയെ മാറ്റാൻ കഴിയില്ല. സോ ഇറ്റ് ഹാസ് നോ മൊബിലിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഏരിയ ഫിക്സ്ഡ് ആണ്, സപ്ലൈ ഫിക്സ്ഡ് ആണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അത് കൂട്ടാനോ കുറക്കാനോ കഴിയാത്തതാണ് ഭൂമിയുടെ അളവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത്
ഇമ്മൊബിലിറ്റിയാണ്. അത് ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മുടെ ഇഷ്ടാനുഷ്ഠാനം കൊണ്ടു നടക്കാൻ കഴിയാത്തതാണ് എന്നതൊക്കെയാണ് ഭൂമിയുടെ പ്രത്യേകത. അപ്പൊ ഭൂമി എന്നുള്ള ഉൽപാദന ഘടകത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് മണ്ണ്, വെള്ളം, വനം, വായു, ഇതെല്ലാം ഉൾപ്പെട്ടതാണ് ഒരു ഉൽപാദന ഘടകം എന്ന രീതിയിൽ ഭൂമി. രണ്ടാമത്തെ എന്താണ്? ഭൂമിയുടെ അളവ് നമുക്ക് കൂട്ടാനോ കുറക്കാനോ കഴിയില്ല. അതിന്റെ സപ്ലൈ ഫിക്സ്ഡ് ആണ്, അതിന്റെ പ്രധാനം ഫിക്സ്ഡ് ആണ്. പിന്നെന്താണ്? അത് നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാനോ സ്ഥലം മാറ്റാനോ ഒന്നും കഴിയില്ല. ഇമ്മൊബൈൽ ആണ്, അഥവാ നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ കഴിയാത്തതാണ്. ഓക്കെ, ഇനി ഭൂമി ഉപയോഗിക്കുന്നതിന് നമുക്ക് കിട്ടുന്ന റിവാർഡ് എന്താണ്? ഭൂമിക്ക് നമ്മൾ കൊടുക്കുന്ന റിവാർഡ് എന്താണ്? ഭൂമിക്ക് കൊടുക്കുന്ന റിവാർഡാണ് റെന്റ്, പാട്ടം എന്ന് പറയും. ഭൂമി ഉപയോഗിക്കുന്നതിനുള്ള റിവാർഡാണ് റെന്റ്. നമ്മൾ ഭൂമി ഉപയോഗിക്കുന്നതിന് റെന്റാണ് കൊടുക്കുക, ഭൂമിയുടെ പാട്ടമാണ് നമ്മൾ കൊടുക്കുക. സോ ദ റിവാർഡ് ഫോർ ലാൻഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഈസ് റെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കിട്ടേണ്ട പോയിന്റുകൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒന്നെന്താണ്? ലാൻഡ് എന്നുള്ളതിലെ ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതിലെ ലാൻഡിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? സിമ്പിൾ അല്ലേ? ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതില് ലാൻഡിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? സോയിൽ ഉണ്ട്, വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്, പിന്നെ ഫോറസ്റ്റ് ഉണ്ട്. ഇതൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ. മറ്റൊന്ന്, ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ലാൻഡിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ലാൻഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, വി കനോട്ട് ചേഞ്ച് ദ സപ്ലൈ ഓഫ് ലാൻഡ്. ലാൻഡിന്റെ അളവ് നമുക്ക് കൂട്ടാനോ കുറക്കാനോ കഴിയില്ല. രണ്ട്, എന്താണ്? അതിന്റെ ഫെർട്ടിലിറ്റിയിൽ അതിന്റെ സ്വാഭാവിക ഫെർട്ടിലിറ്റിയിൽ നമുക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. പിന്നെന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിയില്ല. ഇതൊക്കെയാണ് ലാൻഡിന്റെ പ്രത്യേകത. ദെൻ മൂന്നാമതായിട്ട് നമുക്ക് അതിൽ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്, വാട്ട് ഈസ് ദ റിവാർഡ് ഓഫ് ലാൻഡ്? ലാൻഡിന് നമ്മൾ കൊടുക്കുന്ന റിവാർഡ് എന്താണ്? യെസ്, റെന്റ് ഇസ് ദ റിവാർഡ് ഫോർ ലാൻഡ്. ലാൻഡിന് നമ്മൾ കൊടുക്കുന്ന റിവാർഡ് റെന്റ് ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് ഫാക്ടർ, ലേബർ, അധ്വാനം അല്ലെങ്കിൽ തൊഴിൽ. ലേബർ ഇസ് ആൻ ആക്റ്റീവ് ഫാക്ടർ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് പ്രോഡക്റ്റ്. ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നതിലെ ആക്റ്റീവ് ഫാക്ടറാണ് ഇത്. ആക്റ്റീവ് ഫാക്ടറാണ് ലേബർ അല്ലെങ്കിൽ അധ്വാനം എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഭൂമിയില്ലേ, ഭൂമി ഒരു പാസീവ് ഫാക്ടർ ആയിരുന്നു. ഇത് ആക്റ്റീവ് ഫാക്ടറാണ് ലേബർ എന്ന് പറയുന്നത്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ആക്റ്റീവ് ഫാക്ടറും പാസീവ് ഫാക്ടറും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഭൂമി അതിന് സ്വമേധയാ ഒന്നും ചെയ്യാൻ കഴിയില്ല, എന്നാൽ തൊഴിലാളികൾക്ക് സ്വമേധയാ ചെയ്യാൻ കഴിയും, അതിൽ ഇടപെടാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. സോ ലേബർ ഇസ് ആൻ ആക്റ്റീവ് ഫാക്ടർ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് പ്രോഡക്റ്റ്. ദ ലാബേഴ്സ് യൂസ് ദെയർ മാൻ പവർ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. തൊഴിലാളികൾ ഉപയോഗിക്കുന്നത് എന്താണ്? അവരുടെ അധ്വാന ശേഷിയാണ് ഉൽപാദന പ്രക്രിയയിൽ അവരെ ഉപയോഗിക്കുന്നത്. We can see how the laborers use their manpower if we visit a coir production unit. ഒരു കയർ നിർമ്മാണ യൂണിറ്റ് വിസിറ്റ് ചെയ്താൽ നമുക്ക് തൊഴിലാളികൾ അവരുടെ മാൻ പവർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ഒരു കയർ നിർമ്മാണ യൂണിറ്റിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആദ്യം ചകിരി കളക്ട് ചെയ്യണം, പിന്നെ അതിൽ നിന്ന് ചകിരിയിൽ നിന്ന് നാരെടുക്കണം, അതിനാവശ്യമായ കളറ് കൊടുക്കണം, മെഷീന് പ്രവർത്തിപ്പിക്കണം, അത് ചുറ്റണം. എല്ലാത്തിലും എന്തുണ്ട്? അത് വിൽപ്പനക്ക് തയ്യാറാക്കി വെക്കണം. എല്ലാത്തിലും എന്തുണ്ട്? തൊഴിലാളികളുടെ ഇടപെടലുണ്ട് അല്ലെ. ഇവിടെ നോക്ക് നമുക്ക് എന്തൊക്കെയുണ്ട്. ടു മേക്ക് കോക്കനട്ട് ഫൈബർ സ്യൂട്ടബിൾ ഫോർ മാനുഫാക്ചറിങ്. കയർ നിർമ്മിക്കുന്നതിന് പറ്റുന്ന രീതിയിൽ, സ്യൂട്ടബിൾ ആകുന്ന രീതിയിൽ എന്ത് മാറ്റിവെക്കണം? കോക്കനട്ട് ഫൈബർ, ചകിരിനാര് തയ്യാറാക്കി വെക്കണം. ടു ഡൈ സ്യൂട്ടബിളി, അതിന് അനുയോജ്യമായ രീതിയിൽ കളർ കൊടുക്കണം. ടു ഓപ്പറേറ്റ് മെഷീനറി, അതിന്റെ മെഷീൻ വർക്ക് ചെയ്യിക്കണം. ഫോർ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, അത് ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കിയാൽ അത് വിതരണത്തിന് പറ്റുന്ന രീതിയിൽ അത് അറേഞ്ച് ചെയ്ത് വെക്കണം. ഈ കാര്യങ്ങളൊക്കെ തൊഴിലാളികൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ ലേബർ ഇസ് ആൻ ആക്റ്റീവ് ഫാക്ടർ. ദ ലേബർ വർക്കേഴ്സ് യൂസ് മാൻ പവർ ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്.
ഓക്കെ, നോക്കുക. We can see that physical, mental and intellectual skill of the workers are used here. കായികാധ്വാനം മാത്രമല്ല, മാനസികവും ബുദ്ധിപരവുമായിട്ടുള്ള അവരുടെ കഴിവുകള് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഏതൊരു തൊഴിലിലാണെങ്കിലും ഉണ്ടാവില്ലേ. തൊഴിലാളിയുടെ കായികാധ്വാനം മാത്രമല്ല ഉപയോഗിക്കുക, അവരുടെ ബുദ്ധിപരമായിട്ടുള്ളതും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള കഴിവുകള് ഈ ഉൽപാദനത്തിന്റെ ഭാഗമായി വരും. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്, ഇറ്റ്സ് എ ആക്റ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത്. If the use of the skills to produce goods and services is rewarded, it is called labor. ഇങ്ങനെ സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കഴിവുകൾ ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലേബർ, അധ്വാനം എന്ന് പറയുന്നത്. ഓക്കെ, സിൻസ് ഫാമിലി മെമ്പേഴ്സ് എൻഗേജ്ഡ് ഇൻ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ഡു നോട്ട് ജനറേറ്റ് റിവാർഡ്സ്, ഇറ്റ് ഈസ് നോട്ട് റിഗാർഡഡ് ആസ് ലേബർ. നമ്മളൊക്കെ വീട്ടിൽ പല തൊഴിലും ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കാറുണ്ട്, ഉമ്മമാരാണെങ്കിൽ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതിനൊന്നും എന്ത് കിട്ടുന്നില്ല, കൂലി കിട്ടുന്നില്ല അല്ലെ. അതിനൊന്നും നമ്മള് റിവാർഡ് കൊടുക്കുന്നില്ല, കൂലി കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് റിഗാർഡഡ് ആസ് ലേബർ, തൊഴിലായിട്ട് പരിഗണിക്കുന്നില്ല. അപ്പോ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു പ്രവൃത്തി തൊഴിലായിട്ട് പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്താണ്, മസ്റ്റ് ബി റിവാർഡഡ്. നിർബന്ധമായിട്ട് അതിന് റിവാർഡ് കൊടുത്തിരിക്കണം. അപ്പൊ തൊഴിലാളിക്ക് കൂലി കിട്ടുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിന് തൊഴിലായിട്ട് പരിഗണിക്കുള്ളൂ. ദെൻ വേജ് ഇസ് ദ റിവാർഡ് ഫോർ ലേബർ. തൊഴിലാളിക്ക് കിട്ടുന്ന റിവാർഡാണ് എന്താ, വേജ്. നേരത്തെ നമ്മൾ ലാൻഡിന് പറഞ്ഞു, ലാൻഡിന്റെ റിവാർഡ് എന്തായിരുന്നു, റെന്റ് ആയിരുന്നു. തൊഴിലാളിയുടെ ലേബറിന്റെ റിവാർഡ് എന്താണ്, അധ്വാനത്തിനുള്ള പ്രതിഫലം എന്താണ്, കൂലിയാണ്, വേജ്. ദിസ് ഇസ് മോസ്റ്റ്ലി പെയ്ഡ് ഇൻ ക്യാഷ്. അത് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് എങ്ങനെയാണ്, ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. സംടൈം ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ് ഗുഡ്സ് ആർ ഗിവൻ ആസ് റിവാർഡ്. ചിലപ്പോ സാധനങ്ങൾ, പണത്തിന് പകരം സാധനങ്ങളെ കൂലിയായിട്ട് കൊടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒക്കേഷണലി കോക്കനട്ട്സ് ആർ ഗിവൻ റിവാർഡ് ഫോർ പിക്കിംഗ് ദം. അല്ലെ, തേങ്ങ ഇടുന്ന സമയത്ത് അത് വലിച്ചു കൂട്ടാൻ കൂടി കൊടുക്കുന്ന ആൾക്ക് കൂലിയായിട്ട് എന്ത് കൊടുക്കും, അതിൽ നിന്ന് കുറച്ച് തേങ്ങ കൊടുക്കും. അതെന്താണ്, സാധനമാണ് അവിടെ കൊടുക്കുന്നത്, പൈസയല്ല. അപ്പം ചില സമയങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, സാധനമായിട്ടും കൊടുക്കാറുണ്ട്. കൂടുതലായിട്ടും വേജ് എങ്ങനെയാ കൊടുക്കാറുള്ളത്, ക്യാഷ് ആയിട്ട് തന്നെയാണ് കൊടുക്കാറുള്ളത്. ഓക്കെ, നോക്ക. മാൻ പവർ യൂസ്ഡ് ഫോർ എനി ലേബർ. മാൻ പവർ ഇസ് യൂസ്ഡ് ഫോർ എനി ലേബർ. ഏതൊരു തൊഴിലിനും മാൻ പവർ ഉപയോഗപ്പെടുത്താം. ദ മാൻ പവർ വേസ്റ്റഡ് ടുഡേ വിൽ ബി ലോസ്റ്റ്. ഇന്ന് നമ്മുടെ അധ്വാനത്തെ, നമ്മുടെ മാൻ പവർ നമ്മൾ ഇന്ന് വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ലോസ്റ്റ്, അത് പോയതന്നെ. പിന്നീട് നമുക്ക് അതുകൊണ്ട് കാര്യമില്ല. ഇന്ന് നമ്മളൊരു ജോലിയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തില് ഒരു ദിവസം പോയത് തന്നെയാണ്. അത് നമുക്ക് ഇന്നത്തെ പകരം നമുക്ക് നാളെ ചെയ്യാൻ കഴിയില്ല. ഇന്നത്തെ നമ്മുടെ എനർജി എന്ത് തന്നെയാണ്, വേസ്റ്റ് തന്നെയാണ്. ഇറ്റ് കനോട്ട് ബി സേവ്ഡ് ഫോർ ടുമോറോ. അധ്വാനം എന്ന് പറയണത് അല്ലെങ്കിൽ ലേബർ എന്ന് പറയണത് എന്ത് ചെയ്യാൻ പറ്റില്ല, കനോട്ട് ബി സേവ്ഡ് ഫോർ ടുമോറോ. ഇന്നിപ്പോ എനിക്ക് പൈസക്കൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് പൈസക്കൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് ഞാനിപ്പൊ അധ്വാനിക്കുന്നില്ല. ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ട് എനിക്ക് പൈസക്ക് ആവശ്യം വരാണെങ്കിൽ അന്ന് അധ്വാനിക്കാന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇപ്പോഴുള്ള എനർജി എല്ലാം കൂടെ അന്നേക്ക് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റുമോ, ഇല്ല. അന്നേക്ക് നമുക്ക് ഇതൊന്നും സേവ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ദാറ്റ് മീൻസ് മാൻ പവർ കനോട്ട് ബി സേവ്ഡ് ഫോർ ടുമോറോ. ഇന്ന് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ അത് ബെനിഫിറ്റഡ് ആയിരിക്കും. ഓക്കെ, ദ മാൻ പവർ ഓഫ് ദ ലാബേഴ്സ് ക്യാൻ ബി എൻഹാൻസ്ഡ് ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഒരാളുടെ മാൻ പവർ കപ്പാസിറ്റി എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താം, അയാൾക്ക് നല്ല വിദ്യാഭ്യാസവും പരിശീലനമൊക്കെ കൊടുക്കുന്നതിലൂടെ തൊഴിലാളികളുടെ ശേഷി നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ ഒരുപാട് തൊഴിലാളികളുണ്ട് അല്ലെ, പല മേഖലയിലും ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ നല്ല പരിശീലനവും വിദ്യാഭ്യാസവും ഒക്കെ കിട്ടുന്നതിനനുസരിച്ചിട്ട് തൊഴിലാളികളുടെയൊക്കെ ശേഷിയും അവരുടെ ചിന്താ ശേഷിയും ഒക്കെ എന്ത് ചെയ്യും, മെച്ചപ്പെടും. അപ്പൊ പുതിയ പുതിയ ആശയങ്ങളും എളുപ്പ വഴികളും ഒക്കെ അവരെ കണ്ടുപിടിക്കും. അതിലൂടെ കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനൊക്കെ അവരെ കൊണ്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ലേബർ എന്നുള്ളതിൽ നമുക്ക് പറയാനുള്ളത്. എന്താണ് ലേബർ? ആസ് എ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, വാട്ട് ഇസ് ലേബർ? എന്താണ്? ദ മാൻ പവർ യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഇസ് കോൾഡ് ലേബർ. Workers used the physical, mental and intellectual power in the production process.
ഓക്കെ, ദെൻ അടുത്തത് എന്താണ് ഇതില്? വാട്ട് ഇസ് ദ റിവാർഡ് ഫോർ ലേബർ? ലേബറിനുള്ള റിവാർഡ് എന്താ? യെസ്, വേജ് ഇസ് ദ റിവാർഡ് ഫോർ ലേബർ. ലേബറിന് കൊടുക്കുന്ന റിവാർഡ് എന്താണ്? വേജ്. ഓക്കെ, ദെൻ ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, വാട്ട് ഇസ് ദ ഫീച്ചർ ഓഫ് വാട്ട് ഇസ് ദ പെക്യുലിയാരിറ്റി ഓഫ് ലേബർ? ഒരു ഉൽപാദന ഘടകം എന്നുള്ള നിലക്ക് ലേബറിന്റെ പ്രത്യേകത എന്താണ്? യെസ്, എന്താണ്? ദ മാൻ പവർ കനോട്ട് ബി സേവ്ഡ് ഫോർ ടുമോറോ. ഒരാളുടെ അധ്വാന ശേഷിയെ പിറ്റേ ദിവസത്തേക്ക് അല്ലെങ്കിൽ പിന്നേക്ക് മാറ്റി വെക്കാൻ ഒരാൾക്ക് കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. മറ്റൊന്ന് എന്താണ്? ലേബർ ഈസ് എൻ ആക്റ്റീവ് ഫാക്ടർ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. ലേബർ എന്നുള്ളത് ഉൽപാദന പ്രക്രിയയിലെ ഒരു ആക്റ്റീവ് ഫാക്ടറാണ്, ഒരു സജീവ ഘടകമാണ്. മറ്റൊന്ന് എന്താണ്? ദ മാൻ പവർ ഓഫ് ലേബേഴ്സ് ക്യാൻ ബി എൻഹാൻസ്ഡ് ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. തൊഴിലാളികളുടെ ശേഷി നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കും? വിദ്യാഭ്യാസത്തിലൂടെയും അതുപോലെ തന്നെ പരിശീലനത്തിലൂടെയും. തൊഴിലാളികൾക്ക് വിദ്യാഭ്യാസവും പരിശീലനവും ഒക്കെ കൊടുത്തുകൊണ്ട് അവരുടെ മാൻ പവർ മെച്ചപ്പെടുത്താൻ സാധിക്കും. ഓക്കെ, ഇത്രയാണ് അതിന്റെ പ്രത്യേകതകളായിട്ട് ഉള്ളത്.